ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിന്ന് എവിടെയെന്നറിയാൻ വന്നിരിക്കുന്നത് ഇതേ വെളിച്ചെണ്ണ കടയിലേക്കാണ്. ഓർമ്മയുണ്ടല്ലോ ഈ വെളിച്ചെണ്ണ കട. അപ്പം നമ്മളിത് 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചേക്കുവാണ്. ഇത് എന്തിനാണെന്നറിയോ വാങ്ങിച്ചേക്കുന്നത്? നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി പോവുകയാണ്. അതായത് കയ്യൂന്നിയിട്ട എണ്ണ കാച്ചാനായിട്ട് സമൃദ്ധമായിട്ട് മുടി വളരാൻ ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് നമ്മുടെ കയ്യൂന്നിയിട്ട എണ്ണ കേട്ടോ. മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല ഉള്ളുണ്ടാവാനും അതുപോലെ മുടി നല്ല കറുത്താവാനും ഈ കയ്യൂന്നിയിട്ട എണ്ണ അതിസവിശേഷം ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം സന്ധ്യാസ് വ്ളോഗ്സിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക്. പോയാലോ? വരും. അങ്ങനെ നമ്മൾ കയ്യോന്നി ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കയ്യോന്നി എന്ന ഇതിൻ്റെ പേര്. മുടി വളരാൻ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വീടിൻ്റെ മതിലിൻ്റെ സൈഡിലുള്ളതാണ്. ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരം പറിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പാടത്തും ഉണ്ട് കേട്ടോ കയ്യോന്നി. അപ്പം നമുക്കത് ഇവിടുന്ന് കുറച്ച് കയ്യോന്നി പറിക്കാം. അപ്പോൾ നമ്മളിത് ഈ ആവശ്യത്തിന് കയ്യോന്നിയൊക്കെ പറിച്ച് ഒരു ബഞ്ച് കയ്യോന്നി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണയും ഉണ്ട്. ഇനി ഇത് കൊണ്ടേ ചതച്ചെടുക്കാം കേട്ടോ. നമുക്ക് നീരെടുക്കാം. അപ്പോൾ നമ്മുടെ 2 വീലറിൻ്റെ ബാക്കിൽ നമ്മൾ പറിച്ചെടുത്ത കയ്യൂന്നിയൊക്കെ വെക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ച വെളിച്ചെണ്ണയും അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് നേരെ ഇനി വീട്ടിലേക്ക് ഇപ്പോൾ പോകാം. നമുക്കെന്നാൽ വരും. ഇതെല്ലാം 2 ആഴ്ചയും കൂടുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ, എണ്ണ കാച്ചൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഓൺ ദ വേ ആണ്. അങ്ങനെ നമ്മൾ വീടെത്തി കേട്ടോ. നമ്മുടെ കയ്യൂന്നിയും പറിച്ചു കൊണ്ടുവന്നു, അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൊണ്ടുവന്നു. നമ്മളിതേ വീട്ടിലേക്ക് എത്തി. ഇനി നേരെ പോയിട്ട് കയ്യൂന്നി നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ ഇനിയുള്ള മെയിൻ പണി എന്ന് പറയുമ്പോൾ ചതച്ചെടുക്കുക. കയ്യൂന്നി ചതച്ചെടുത്ത് നീരെടുക്കുക. അപ്പോൾ നമ്മളിതേ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്നു കേട്ടോ. നമ്മൾ പറിച്ച കയ്യൂന്നി നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകുവാണ്. വലിയൊരു ചരുവം പോലെ എടുത്ത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് അതൊന്ന് കഴുകിയെടുക്കുക. കാരണം പൊടിയും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് കഴുകി എടുക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല. ഇപ്പോൾ കണ്ടല്ലോ, ഒരു വലിയൊരു പിടി ആണ് കയ്യൂന്നി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കുവാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കയ്യൂന്നി കഴുകിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇടികല്ലൊക്കെ റെഡിയായി. ചെറിയ ഇടികല്ല് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ചതയ്ക്കുന്നില്ലേ, അത് തന്നെയാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഒരലൊന്നുമില്ലല്ലോ. പണ്ടൊക്കെ എൻ്റെ അമ്മമ്മയൊക്കെ ചെയ്യുമ്പോൾ ഒരലിലൊക്കെ ഇടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചെറിയ ഇടികല്ലിലാണ് അതിട്ടിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് നന്നായിട്ട് ഇത് ഇടികല്ല് ചതച്ച് വെച്ചെടുക്കുക. നന്നായിട്ട് പെട്ടെന്ന് ചതയും കേട്ടോ. കാരണം ഇത് ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് മുഴുവനും വെള്ളത്തിൻ്റെ അംശമുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ചതയും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചതയ്ക്കുവാണ്. ഒരു 5-6 പ്രാവശ്യം നല്ല ചതയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആയിക്കോളും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചതച്ചതിൻ്റെ നീരെടുക്കാം. പണ്ടൊക്കെ ആൾക്കാർ ഒരലിലിട്ട് ഇടിച്ചാണല്ലോ ഇരുന്നത്. ഇപ്പം നമുക്ക് ഒരലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇടികല്ലിലിട്ട് ചെയ്യുന്നത് കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ എൻ്റെ മുത്തശ്ശിക്ക് എണ്ണ കാച്ചുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി കാച്ചും കേട്ടോ. അപ്പോൾ വലിയൊരു ഒരലിൽ ഇടിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പൾപ്പ് ജ്യൂസ് പോലെ എടുക്കുന്നത്. നമ്മളിപ്പോൾ ചെറിയൊരു ഇടികല്ലിട്ട് ചതച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് ചതച്ചു. നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ചതച്ചാൽ മതി കേട്ടോ. ഇതിന്നും പെട്ടെന്ന് വെള്ളം വരും. ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് നമ്മളൊരു 5-6 പ്രാവശ്യം ഇങ്ങനെ ചതയ്ക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്ന അത് മാത്രമേ ഉള്ളൂ. ഇതാ നമ്മൾ എടുത്തു. ബാക്കി കുറേ നമ്മൾ ആ പാത്രം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചതച്ചതിന് ഞാൻ പിഴിയുവാണ് കണ്ടോ. ഇതിനെ ഒട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടേ ഇല്ല. വെള്ളം ചേർക്കാതെ ചെയ്യുന്നതാണ് മാക്സിമം നല്ലത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം ചതച്ച് കഴിഞ്ഞിട്ട് വീണ്ടും 2ാമത് ചതയ്ക്കുമ്പോൾ മാത്രം ഒരു കൈക്കുമ്പിളേക്ക് കുറച്ച് വെള്ളം ഇട്ട് ചതച്ചാൽ മതി. കാരണം വെള്ളം അധികമായിട്ട് ചതച്ചാൽ ഈ വെള്ളം മുഴുവൻ വറ്റണം. അപ്പോൾ അത് കുറേ സമയം എടുക്കും. അപ്പോൾ വെള്ളം മാക്സിമം ഉപയോഗിക്കാണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് വീണ്ടും ഞാൻ പിഴിയുവാണ് കണ്ടോ. ഒട്ടും വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇതിൻ്റെ തന്നെ നീരാണ് കേട്ടോ ഇത്. നമുക്ക് ഇപ്പോൾ ഈ വന്നേക്കണ ആ ബാക്കിയുള്ള കറ്റനുണ്ടല്ലോ, അതിൻ്റെ അത് പിഴിഞ്ഞെടുത്ത ബാക്കിയുള്ളത് അത് നമുക്ക് ലാസ്റ്റ് ഒരു കുമ്പിൾ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ആ ഒരു കുമ്പിൾ വെള്ളം മാത്രമല്ല ഇതിനകത്ത് വരുള്ളൂ. കുറച്ച് അധികമായിട്ട് ചതയ്ക്കാം. നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വഴി വെച്ച് അതയുമെന്ന്. പക്ഷെ അല്ല കേട്ടോ. ഒരു 5-6 പ്രാവശ്യം ചതച്ച് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം ചുരുങ്ങിപ്പോകും അങ്ങോട്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പെട്ടെന്ന് നമുക്കിതിപ്പോൾ 2 ആഴ്ചത്തേക്ക് ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ മാസത്തിൽ 2 പ്രാവശ്യം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ചതയ്ക്കുവാണ് കേട്ടോ. ചതച്ച് കഴിയുമ്പോൾ ആ പൊങ്ങി നിന്ന ഒരുപാടുണ്ടായ ക്വാണ്ടിറ്റിയൊക്കെ അങ്ങോട്ട് കുറയും. കൂടുതലും ഇതിൻ്റെ തണ്ട് വേണം കേട്ടോ ചതയ്ക്കാൻ. തണ്ടിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം അതാ നീരധികം ഉണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ തിരിച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ചതയ്ക്കുക. അങ്ങനെ ചതച്ച് രസം ചതയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അത് ചതയ്ക്കാനായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒരു 8-9 പ്രാവശ്യം നമ്മൾ ചതച്ച് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ചതയ്ക്കുന്ന എങ്ങനെയാണ് അതേപോലെ ചതച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. തുണികളൊക്കെ പിഴിയില്ല, അതുപോലെ പിഴിഞ്ഞാൽ മതി 2 കൈ കൊണ്ടും. അപ്പം നല്ല
ഡാർക്ക് പച്ച കളറിലെ സിറപ്പ് അതിനകത്ത് ജ്യൂസ് പോലെ ആയിരുന്നു വരും. ഇത് ഇനി അടുത്ത കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്കിങ്ങനെ ചതയ്ക്കാം കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വീണ്ടും അത് വളരെയധികം കുറച്ച് പോകും. അപ്പോൾ അതിനൊക്കെ ഇത്തിരി വെള്ളം കൂട്ടി വീണ്ടും നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം ചതയ്ക്കുമ്പോൾ വിചാരിക്കും ഇത്രയും ക്വാണ്ടിറ്റി എങ്ങനെ നമുക്ക് ചതയ്ക്കാൻ പറ്റുന്നത്. അങ്ങനെയല്ല, 2-3 പ്രാവശ്യം നമ്മളങ്ങനെ നന്നായിട്ട് ഇടിച്ച് കഴിയുമ്പോഴേ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ പിന്നെ സുഖമാണ് ചതയ്ക്കാനായിട്ട്. അപ്പോൾ ഒരിക്കലും വിചാരിക്കുക ഇത്രയും എടുത്ത് ചതയ്ക്കണോ, അല്ല കേട്ടോ. നമ്മൾ 5 പ്രാവശ്യം ചതച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് താന്നു, പിന്നെ ഒരു ഇത്തിരി ഉള്ളൂ അത്, പിന്നെ അങ്ങോട്ട് നന്നായിട്ട് ചതയ്ക്കാം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നന്നായിട്ട് പിഴിഞ്ഞ് ജ്യൂസ് എടുത്ത ശേഷം രണ്ടാമത് വീണ്ടും ചതയ്ക്കുമ്പോൾ മാത്രം കൈക്കുമ്പോൾ ഒരു ഇത്തിരി ഡ്രോപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഒരുപാടൊന്നും ഒഴിക്കുകയും ചെയ്യരുത്, കാരണം ഈ വെള്ളം മുഴുവനും നമുക്ക് വറ്റിച്ചെടുത്ത ശേഷം മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം വെള്ളം എത്രത്തോളം കുറയ്ക്കുന്നത് അതായത് എൻ്റെ കയ്യിലെ കളർ ഒരു പച്ച കളറാണ് ഇതിൻ്റെ ആ ഒരു വെള്ളത്തിന് ഉള്ളത് കേട്ടോ. അതിൽ നിന്നും വന്ന പൾപ്പിന് പച്ച കളറാണ്. നമുക്കിത് നന്നായിട്ട് നല്ല കൂടെ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ അത് കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ തുണികളൊക്കെ പിഴിയില്ല അതുപോലെ കൂടെ പിഴിഞ്ഞാൽ മതി കേട്ടോ. ഇനി ഈ ഒരു ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ട്രിപ്പ് വീണ്ടും നമ്മൾ ചതയ്ക്കുവാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു കൂടുതൽ വെള്ളം കിട്ടും. ഇതിപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യാനാണ് ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് ട്രിപ്പിൽ നമുക്ക് കുറച്ചുകൂടി നീര് കിട്ടും, കാരണം ഒന്ന് ചതഞ്ഞല്ലോ ഇത്. ആദ്യം നമ്മൾ ഇലകളും എല്ലാം കൂടി ഇതിപ്പോൾ ചതഞ്ഞൊന്ന് ഒതുങ്ങി. അപ്പോൾ ഇനി നമ്മൾ ചതയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് നീര് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതേ വീണ്ടും ചതയ്ക്കാം. അപ്പോൾ ഈ സെക്കൻഡ് ട്രിപ്പ് ചതയ്ക്കുമ്പോൾ ഒരു കുമ്പിൾ വെള്ളം, ഞാൻ പൈപ്പിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കൈക്കുമ്പിൾ ഒരു ഇത്തിരി വെള്ളവും കൂടി എന്തൊക്കെ ആഡ് ചെയ്തിട്ടാണ്. വെള്ളം മാക്സിമം കുറച്ച് ഉപയോഗിക്കുക. ഇങ്ങനെ ചതയ്ക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഫസ്റ്റ് ട്രിപ്പിൽ വെള്ളം ചേർത്തിട്ടില്ല, സെക്കൻഡ് ട്രിപ്പിൽ മാത്രം. നമ്മൾ ഇലകളും ആ ഒരു തണ്ടും എല്ലാം കൂടി ഇടുമ്പോഴത്തേനും വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ. അത് നന്നായിട്ട് ചതഞ്ഞ് ഫസ്റ്റ് ട്രിപ്പിൽ നീര് കിട്ടിക്കഴിയുമ്പോൾ മാത്രം സെക്കൻഡ് ട്രിപ്പ് ആകുമ്പോൾ നന്നായിട്ടൊന്ന് ഒതുങ്ങും. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് കുറയുമല്ലോ. കുറഞ്ഞ് കഴിയുമ്പോൾ ഇത്തിരി വെള്ളം വളരെ കുറച്ച്, എന്നിട്ട് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് ചതഞ്ഞു. അപ്പോൾ ദാ നീര് കൂടുതലായി. ആദ്യം നമുക്ക് കിട്ടിയതിനേക്കാളും നീര് കൂടുതൽ കിട്ടും കേട്ടോ സെക്കൻഡ് ട്രിപ്പിൽ, കാരണം നന്നായിട്ടൊന്ന് ഒതുങ്ങിയല്ലോ. ആദ്യം ഒരു ചതവൊക്കെ വന്ന് ഒതുങ്ങിയോണ്ട് വീണ്ടും നമുക്ക് നീര് കുറച്ച് അധികം കിട്ടും. ഇനി വീണ്ടും നമുക്ക് ചതയ്ക്കാം, കാരണം ചില തണ്ടുകളൊക്കെ ഒന്ന് ചതയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അത് പിഴിഞ്ഞെടുത്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് ചതയ്ക്കാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ചതയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ ഫുൾ ഇതിപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ചതയ്ക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു ഇത്തിരി കൂടി വെള്ളം കൈക്കൊമ്പിളിലാക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി ഒഴിക്കുക. അപ്പോൾ ഈ ചതയിലിന് അതിൻ്റെ തണ്ടിൽ നിന്ന് വന്ന കംപ്ലീറ്റ്, ഇപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് ചതഞ്ഞ് കഴിഞ്ഞു. ഇനി ആ തണ്ടിൽ നിന്ന് വന്ന ആ നീര് കൂടി നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ട്രിപ്പ് കുറച്ച് വെള്ളം തളിച്ച് ചതയ്ക്കുമ്പോൾ അതുകൂടി നമുക്ക് കിട്ടും. പിന്നെ നമുക്കിനി വേണ്ട കംപ്ലീറ്റ് പിഴിഞ്ഞെടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇത് കുറച്ചൊരു എളുപ്പപ്പണിയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇലയൊക്കെ അടർത്തിയെടുക്കാം കേട്ടോ. ആദ്യമേ ചതയ്ക്കുന്നതിന് മുമ്പ് ഇലയൊക്കെ അടർത്തിയതിന് ഇല മാത്രമായിട്ട് ആദ്യം ചതയ്ക്കാം. അതിനുശേഷം അതിൻ്റെ തണ്ട് ചെറുതാരം മുറിച്ചിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ അതൊക്കെ വെറുതെ അങ്ങനെ ചെയ്യേണ്ട നമുക്ക് ഇരട്ടി പണികളാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം കൂട്ടി ഒരകല്ലിട്ട് ഇങ്ങനെ നമ്മുടെ ഇടികല്ലിട്ട് ചതച്ചെടുത്താൽ മതി. സെപ്പറേറ്റ് ചെയ്ത് സമയങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പെട്ടെന്ന് പണി കഴിയും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചതയ്ക്കാനായിട്ട് എല്ലാം കൂടി ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റിന് അത്രയും പോലും വേണ്ട. ഈ ഇലകളൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ സമയം വെറുതെ പോകും. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് ഇനി നമുക്ക് ചതയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി വീണ്ടും വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ഇനി അങ്ങനെ വെള്ളം ചേർക്കണ്ട, മാക്സിമം വെള്ളം ഇല്ലാതെ അത് ചെയ്തെടുക്കണം. നല്ലത് കണ്ടോ, ഇപ്പോൾ ഇത്രയും കിട്ടിയേക്കണതിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ആകെ ഒരു കൈക്കുമ്പിളിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചേക്കണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഞാൻ ചതയ്ക്കാൻ നിൽക്കുന്നില്ല, കാരണം അതിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് കണ്ടോ ചതഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമ്മൾ ഇതിനകത്ത് നീര് വേണ്ടി ഇനി ഒന്നും ഇല്ല, അത് ബാക്കി കംപ്ലീറ്റ് തീർന്നു. പക്ഷെ ഇനിയും വേറെ വെള്ളം കോരി ഒഴിച്ച് വീണ്ടും ചതച്ചാൽ വെള്ളത്തിൻ്റെ അംശം കൂടും. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം മാക്സിമം കുറയ്ക്കാനാണ് നല്ലത്. അപ്പോൾ ഇത് തന്നെ ധാരാളം. അപ്പോൾ അതായത് ബാക്കി ഒന്നുമില്ല. നമ്മുടെ കയ്യൂന്നിൻ്റെ ജ്യൂസ് റെഡിയായി. ഇതിൽ വെള്ളം എന്ന് പറഞ്ഞാൽ തീരെ കുറവേ, കൈക്കുമ്പിൾ ഇത്തിരി ഒഴിച്ച വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇനി കൊണ്ടുപോയാലകത്തേക്ക് അപ്പോൾ കൊണ്ടുപോയി നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടിൽ എണ്ണ കാച്ചാം. പോയാലോ, വരും. നമ്മൾ ഈ ഒരു ചരുവത്തിൽ കിട്ടിയേക്കുന്ന ആ ഒരു ജ്യൂസിനെ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് അളക്കുകയാണ്, കാരണം അതനുസരിച്ചിട്ടാണ് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതേ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ അറിയാം എന്തോരം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഒഴിക്കുമ്പോൾ ഇതുള്ളത് ഏകദേശം ഒരു 3/4 ഗ്ലാസ്സാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ കാച്ചാം. നമ്മൾ ഗ്യാസ് കത്തിച്ചു. അതിന് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യോന്നി 3/4 ഗ്ലാസ്സിലുള്ള ആ ഒരു കയ്യോന്നി നമുക്ക് തിളച്ച് കിടക്കുന്ന ആ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടിക്കാണ് ഉണ്ടാക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ മാത്രം സ്റ്റീൽ ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് ഇരുമ്പ് ചീനച്ചട്ടി ചൂടായി. അപ്പോൾ നമ്മുടെ 3/4 ഗ്ലാസ് നമ്മുടെ കയ്യോന്നിയിലെ ജ്യൂസ് നമ്മുടെ ചൂടായി കിടന്ന ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തേക്ക് ഒഴിക്കുകയാണ്.
നന്നായിട്ട് നല്ല ചൂടായി കിടക്കുന്ന ഇരുമ്പ് ചീനിച്ച് പണ്ടൊക്കെ ഇങ്ങനെ അടുപ്പത്തൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അടുപ്പൊന്നും ഗ്യാസാണ് എല്ലാവരുടെ വീട്ടിലും. അപ്പോൾ നമുക്കിതാ ഇനി ഗ്യാസ് കൂട്ടി വയ്ക്കാം കേട്ടോ. ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചേക്ക് വരുന്നു. അപ്പോൾ ഗ്യാസ് കൂട്ടി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ തിളക്കട്ടെ. കണ്ടോ, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വളരെ കുറച്ച്, അതായത് ഒരു കുമ്പിൾ പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ലാത്ത കയ്യോന്നിൻ്റെ ജ്യൂസാണ്. ഞാൻ വീണ്ടും ആ പൾപ്പ് വീണ്ടും ചതയ്ക്കാൻ വെച്ചാൽ ഇനി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം വെള്ളം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഞാനൊന്ന് ചതച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഒരിത്തിരി വെള്ളം ഉപയോഗിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഗ്യാസ് കൂട്ടി വയ്ക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് മതി കേട്ടോ നന്നായിട്ട് തിളയ്ക്കാനായിട്ട്. തിളച്ച് കഴിയുമ്പോൾ ഇതേ ക്വാണ്ടിറ്റിയിൽ എന്തുമാത്രമാണോ നമ്മുടെ കയ്യോന്നിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു അത്രയും തന്നെ സെയിം ക്വാണ്ടിറ്റി നമുക്ക് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം. പക്ഷേ ഇത് തിളച്ചതിന് ശേഷം മാത്രം. തിളയ്ക്കാനായിട്ട് നമ്മൾ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനകത്തൊരു ഒരു ചെറിയൊരു കൈക്കുമ്പിളിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം മൊത്തം പോകണം. അതിന് വേണ്ടിയാണ് തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കുന്നത്. തിളയ്ക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന കുറച്ച് വെള്ളം അങ്ങോട്ട് വറ്റിപ്പോവും. അപ്പോൾ പ്യുവർ ജ്യൂസായിട്ട് മാറും. പ്യുവർ ജ്യൂസിലേക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കൊടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യോന്നിയുടെ ആ ഒരു ജ്യൂസ് നന്നായിട്ട് തിളയ്ക്കും. തിള വന്ന് തുടങ്ങി കേട്ടോ. തിള വന്ന് തുടങ്ങി. ഇനി നന്നായിട്ട് തിളച്ച് വന്ന ആ ഒരു കയ്യോന്നിയുടെ ആ ഒരു ജ്യൂസിലേക്ക് എന്തോരം കയ്യോന്നിയുടെ ജ്യൂസ് ഉണ്ടായോ അത്രയും തന്നെ വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്യണേ. നമ്മുടെ കയ്യോന്നി നന്നായിട്ട് വെട്ടി തിളച്ചു. ഇത് കണ്ടോ, നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ കൈക്കൊമ്പിളിലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഒരു 5 മിനിറ്റ് ആയി കേട്ടോ. ഇതിങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ നല്ല ഗ്യാസ് ഫുള്ളിൽ വെച്ചേക്കുവാണ്. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചു. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ, അല്ലെ ഡാർക്ക് കരിപ്പച്ച കളർന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഇതിൻ്റെ നിറം കേട്ടോ. ഈ എണ്ണയ്ക്കും ആ ഒരു നിറമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 3/4 ഗ്ലാസ് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഗ്യാസ് ഫുള്ളായിട്ട് നല്ല ഇതിൽ വെക്കുക. അതിനുശേഷം നന്നായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ സിമ്മിൽ വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഈ വെളിച്ചെണ്ണയും അതുപോലെ നമ്മുടെ കയ്യോന്നിയുടെ ജ്യൂസും കൂടി മിക്സ്ഡായി വന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യോന്നി എണ്ണ റെഡി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. കയ്യോന്നിൻ്റെ ജ്യൂസ് എടുത്ത് അതേ ഗ്ലാസ് തന്നെ വെളിച്ചെണ്ണ എടുത്തത്. അതുകൊണ്ടാണ് കുറച്ച് കൊറ്റനൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഗ്ലാസ്സിൽ. അതെല്ലാം ആ കയ്യോന്നിയുടെ കൊറ്റനായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കയ്യോന്നിയുടെ ജ്യൂസും അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി അങ്ങനെ തിളച്ച് പിന്നെ ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചു. 10 മിനിറ്റ് നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി. നമുക്കിത് ആറ്റാൻ വെക്കാം. നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ എണ്ണ മുകളിൽ തെളിഞ്ഞ് വരും, കൊറ്റൻ താഴ്ത്തുമായിട്ട് മാറും. അപ്പോൾ അതുവരെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ആറാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ എണ്ണ മുകളിൽ തെളിഞ്ഞ് വന്നേക്കണോ, കൊറ്റൻ താഴ്ത്ത് അടിഞ്ഞിട്ടുണ്ട്. ഈ കൊറ്റൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണമാണ് കേട്ടോ. താഴ്ത്ത് വന്നിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് കൊറ്റൻ. അപ്പോൾ എണ്ണ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയത് കണ്ടോ, പച്ച നിറത്തിലുള്ള എണ്ണയാണ് കേട്ടോ. പച്ച കളർ എണ്ണ. ഇത് നമുക്ക് 2 ആഴ്ചത്തേക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എണ്ണയാണ്. ഒരു കുപ്പിയിലേക്ക് മാറ്റാം. പിന്നെ അത് കൂടാതെ ഈ കൊറ്റൻ എന്ന് പറഞ്ഞതുണ്ടല്ലോ, ഈ എണ്ണ ഊറ്റി എടുത്ത് കഴിയുമ്പോൾ ബാക്കി ആ ചട്ടിയിൽ ഇരുമ്പ് ചട്ടിക്കത്തല്ല, അത് ഭയങ്കര ഗുണമാണ് കേട്ടോ. മുടി നല്ലപോലെ കറുക്കാനും അതുപോലെ നന്നായിട്ട് വളരാനും നല്ല ഉള്ളുണ്ടാവാനൊക്കെ ഭയങ്കര ഉപയോഗമാണ് അതിന്. കാരണം നമ്മുടെ കയ്യോന്നി വെന്ത ആ ഒരു പൾപ്പാണ് ആ കാണുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് നമ്മുടെ എണ്ണ മാറ്റാം. പിന്നെ ഈ നമ്മുടെ കുപ്പി റെഡിയാണ് കേട്ടോ. കണ്ടോ, കുപ്പിയിലേക്ക് ഞാൻ ആദ്യം കുപ്പിയിലേക്ക് ഒഴിച്ചായിരുന്നു. പിന്നെ എൻ്റെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് വീണ്ടും അതുകൊണ്ട് മാറ്റിയത് കേട്ടോ. അത് വീണ്ടും ഒരു ഇത്തിരി കൂടി എണ്ണ ഇങ്ങനെ ഊറി വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ ഒരു പച്ച കളർ, നല്ല വെള്ള കളർ, ശുദ്ധമായ നിറം പോലും ഇല്ലാത്തൊരു വെളിച്ചെണ്ണയായിരുന്നു അതാണ് ഈ പച്ച കളറായി മാറിയിരിക്കുന്നത്. നമ്മുടെ ഈ കൊറ്റൻ കണ്ടോ, 2-3 ദിവസത്തേക്ക് ഈ കൊറ്റൻ ഉപയോഗിച്ചാൽ മതി കേട്ടോ. കാരണം ഇത് കണ്ടോ, നല്ല കയ്യോന്നി വെന്ത ഒരു പൾപ്പാണ്. ഇതിൽ എണ്ണയുടെ അംശമാണല്ലോ മൊത്തം. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 ദിവസം ഇതുപോലെ ഇരുമ്പ് ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. നമുക്കൊരു കുളിക്കുന്ന സമയത്ത് ഒരു 2-3 ദിവസത്തേക്ക് ഈ കൊറ്റനും ഈ ഇത് ഉപയോഗിച്ചാൽ മതി. അത് കഴിഞ്ഞ ശേഷം മാത്രം നമ്മുടെ വെളിച്ചെണ്ണ തുടങ്ങിയാൽ മതി. അപ്പോൾ 2 ആഴ്ചത്തേക്ക് സുഖമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. കാരണം 2-3 ദിവസത്തേക്ക് കൊറ്റനുണ്ടല്ലോ. പിന്നെ ഒരു 10-12 ദിവസത്തേക്ക് നമുക്ക് ഈ വെളിച്ചെണ്ണ ധാരാളം. ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെ എണ്ണ മുറിക്കാൻ മതി. ഒരുപാട് ക്വാണ്ടിറ്റി അങ്ങനെ മുറുക്കി വെക്കേണ്ട. അത്യാവശ്യത്തിന് ഇതുപോലെ 2 ആഴ്ചത്തേക്ക് മാസത്തിൽ 2 പ്രാവശ്യം ചെയ്താൽ മതിയല്ലോ. കണ്ടോ, അപ്പോൾ ഈ കൊറ്റന് ഭയങ്കര ഗുണമാണ്. മുടി കറക്കാനും ചെമ്പൻ മുടിയൊക്കെ ദൂരെ പോയിക്കോളും കേട്ടോ. അതിന് മുടിക്ക് തന്നെ ഉള്ളു വയ്ക്കാനും നല്ലപോലെ വളരാനും ഈ കൊറ്റനും അതുപോലെ ഈ എണ്ണയും അത്യുത്തമമാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു സംശയം ചോദിക്കുന്നുണ്ടാവും, ഈ എണ്ണ സ്ഥിരമായി തേച്ചിട്ട് ചേച്ചിക്ക് എന്താ മുടി വളരാത്തതെന്ന്. എനിക്ക് മുടി ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്, പക്ഷേ ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഫാഷനിലൊക്കെ മുടി വെട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് കട്ട് വെട്ടണം എനിക്ക് ഇഷ്ടമായിരുന്നു, യു കട്ട്, വി കട്ട്, അങ്ങനെയൊക്കെ വെട്ടിയാണ് എൻ്റെ മുടിയുടെ നീളം ഞാനായിട്ട് തന്നെ കുറച്ചതാണ് കേട്ടോ. പക്ഷേ മുടിയുടെ ഉള്ളിൽ എനിക്കിപ്പോൾ ഇപ്പോഴും ഒരു കുറവുമില്ല, കാണുന്നുണ്ടല്ലോ, എൻ്റെ വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ. എൻ്റെ മുടിക്ക് നല്ല ഉള്ളുള്ള മുടി തന്നെയാണ് ഇപ്പോഴും. പക്ഷേ മുടിക്ക് ഇങ്ങനെ നീളം ഞാൻ ഒരുപാട് അങ്ങനെ വെപ്പിക്കാറില്ല, എനിക്ക് പല രീതിയിൽ വെട്ടിയിടണമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു യു കട്ടാണ് വെട്ടിയിട്ടേക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനായിട്ട് തന്നെ വെട്ടിയതാണ്. പക്ഷേ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കും എനിക്ക് നല്ലപോലെ മുടിക്ക് നീളം ഉണ്ടായിരുന്നു, പിന്നെ ഞാനായിട്ട് തന്നെ വെട്ടി പല മോഡലിൽ വെട്ടിയിട്ടതാണ്. അപ്പോൾ മുടിയുടെ ഉള്ളിന് എനിക്ക് ഒരു കുറവുമില്ല, ഇപ്പോഴും നല്ല ഉള്ളുള്ള മുടിയാണ്, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാട്ടോ, നല്ലപോലെ മുടി ഉണ്ടാവും. പിന്നെ മുടിക്ക് നല്ല കറുപ്പും, അതൊരു പ്രത്യേകത തന്നെയാണ്, നല്ല കറുത്ത മുടി കിട്ടും കേട്ടോ. ചെമ്പൻ മുടിയൊക്കെ അങ്ങോട്ട് മാറിക്കോളും. ആ ഒരു ഞാനത് കാണിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെച്ചത് നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് 2 ആഴ്ചത്തേക്കുള്ള എണ്ണയാണ്, ആവശ്യത്തിന് എണ്ണയുണ്ട് കേട്ടോ. 2 ആഴ്ചത്തേക്ക് 2-3 ദിവസത്തേക്ക് കൊറ്റൻ തന്നെ ധാരാളമാണ് കേട്ടോ, അതിനേക്കാട്ടും ഗുണമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു, അതുപോലെ തന്നെ പ്രയോജനം ഉണ്ടാവും ഞാൻ കരുതുന്നു. ഈ കളർ കണ്ടോ, കളർ മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. ഒരു പച്ച കളറാണ്, കാരണം കയ്യൂന്നിയുടെ ആ ഒരു കളർ, കയ്യൂന്നിയും അതുപോലെ വെളിച്ചെണ്ണയും കൂടി 10 മിനിറ്റ് നന്നായിട്ട് തിളച്ച് നല്ലതായിട്ട് വറ്റി വന്ന എണ്ണയാണ്. എത്ര ഗുണമെന്നറിയും. ചിലർ കയ്യൂന്നിൻ്റെ എണ്ണ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേന് അതിൻ്റെ കറിവേപ്പിലയും നെല്ലിക്കയൊക്കെ ഇടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിന് ഒരു ആവശ്യമില്ല കേട്ടോ, കാരണം എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയതാണ് ഈ കയ്യൂന്നി. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ കൊറ്റനുണ്ടല്ലോ, ഇത് ഇതേപോലെ തന്നെ ഈ ഇരുമ്പ് ചീഞ്ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇനി ഇല്ലെങ്കിൽ മാത്രം സ്റ്റീൽ ചീഞ്ചട്ടിക്കകത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അലുമിനിയം ചീഞ്ചിക്കകത്ത് ഉണ്ടാക്കാം, പക്ഷെ കൂടുതലും ഇരുമ്പിൻ്റെ പാത്രമാണ് ഇങ്ങനെ എണ്ണയൊക്കെ കാച്ചാൻ നല്ലത്. അപ്പോൾ ഈ ഒരു കൊറ്റനുണ്ടല്ലോ, കൊറ്റൻ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ കയ്യോന്നിൻ്റെ ബാക്കിയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എണ്ണ എടുത്ത് മാറ്റിയ ശേഷം ബാക്കിയുള്ള ആ ഒരു ഭാഗം അത് ഇതിൽ തന്നെ ഇരുന്നോട്ടെ. ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചാൽ മതി. നമ്മൾ 2-3 ദിവസത്തേക്ക് കുളിക്കുമ്പോഴത്തേനും നമ്മുടെ മുടിയിൽ ഇത് തേച്ചാൽ മതി, ഈ കൊറ്റൻ തേച്ചാൽ മതി കേട്ടോ. ഭയങ്കര ഗുണമാണ്, കാരണം കയ്യോന്നി വെന്തതാണല്ലോ, അപ്പോൾ ഭയങ്കര എഫക്റ്റാണ് അതിന് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കാം. പിന്നെ അതിന് ശേഷം ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 2 ആഴ്ചത്തേക്ക് വീട്ടിലെല്ലാവർക്കും, നമ്മളിപ്പോൾ എന്നും എണ്ണ തേക്കുമല്ലോ, ഈ 2 ദിവസമൊക്കെ കൂടുമ്പോഴല്ലേ എണ്ണ തേക്കുന്നത്. അപ്പോൾ ഈ എണ്ണ മതി 2 ആഴ്ചത്തേക്ക് ഉപയോഗിക്കാം. പിന്നെ അതിനുശേഷം വീണ്ടും ഇതേപോലെ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒന്ന് എണ്ണ കാച്ചാം. അപ്പോൾ എന്നെ സ്റ്റോക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് വെക്കണ്ട. പണ്ടൊക്കെ എൻ്റെ അമ്മമ്മയുടെ കാലത്താകുമ്പോൾ ഒരലിലൊക്കെ അടിച്ച് വലിയൊരു കുപ്പി നിറച്ചാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരകല്ലിലൊക്കെ ഇട്ടടിച്ചില്ല, അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ധാരാളമാണ്. അപ്പോൾ അത് ഇതേപോലെ ഉണ്ടാക്കി വെക്കാം കണ്ടോ. ഇത് ആവശ്യത്തിൽ കൂടുതലുണ്ട് കേട്ടോ. ഇത് 2 ആഴ്ച ഞാൻ സ്ഥിരം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് ആവശ്യത്തിനുണ്ട്. നല്ല പച്ചക്കളർ എണ്ണയാണ് കേട്ടോ, നല്ല സുഖമാണ്, നല്ല തണുപ്പൊക്കെ കിട്ടും തലയിൽ. അതേപോലെ തന്നെ നല്ലതാണ് നമുക്ക് മുടിക്കൊക്കെ നല്ല ഉള്ളുണ്ടാവാനായിട്ടുണ്ടല്ലോ. അതുപോലെ ഞാൻ ഇപ്പോൾ ഈ എണ്ണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു മാസമോ 2 മാസമൊക്കെ ആകുമ്പോഴത്തേനും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ, ആ മുടിയുടെ വളർച്ചയും മുടിക്ക് നല്ലപോലെ ഉള്ളു വരുന്നത്, നല്ല കറുപ്പ് വരുന്നതൊക്കെ എൻ്റെ വ്യൂവേഴ്സിന് ഒരു 1-2 മാസം കൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലായി തുടങ്ങിയാൽ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വ്യൂവേഴ്സും ഈ ഒരു എണ്ണ കണ്ടിന്യൂ ചെയ്യും എന്നെനിക്ക് ഉറപ്പാണ്. കാരണം നമുക്ക് 1 മാസം കൊണ്ട് വ്യത്യാസം കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല. പുതിയ മുടികൾ വളർന്നു വരാനും നല്ല തിക്കായിട്ടുള്ള മുടി വരാനും പിന്നെ മുടിക്ക് സാധാരണ നല്ലൊരു കറുപ്പ് ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യൂത്. അപ്പോൾ 1 മാസം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. പിന്നെ പെട്ടെന്നുള്ള മുടി വളർച്ച, നമ്മൾ സാധാരണ മുടി വളരണേക്കാട്ടും കുറച്ച് സ്പീഡിൽ മുടിയുടെ വളർച്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 3 കാര്യങ്ങളാണല്ലോ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മുടെ മുടിയുടെ കാര്യത്തിൽ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെടുന്നതിനുപരി ഈ വീഡിയോ ഒരുപാട് പ്രയോജനം എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഉണ്ടാക്കും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതിനെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. കയ്യോന്നി ഒരുവിധം എല്ലാ പറമ്പുകളിലൊക്കെ കാണാറുണ്ട്. ഇനി ആർക്കെങ്കിലും ഇത് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങാടി കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം എവിടെ നിന്നാണെങ്കിലും പറമ്പുകളിൽ നിന്നാണെങ്കിൽ കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ അങ്ങാടി കടകളിൽ നിന്നും മരുന്ന് കടകളിൽ നിന്നൊക്കെ കിട്ടും വാങ്ങിക്കാൻ. ആയുർവേദ കടകളുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വാങ്ങിച്ച് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ അങ്ങാടി കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാൻ ഷാർജയിലേക്കുള്ള സമയത്ത് അവിടെയൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചേഞ്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അത്ഭുതം വന്നു പോവും. അത്രയും നല്ല എണ്ണയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.